ഹേ ഗായ്സ്, ഒരുപാട് നാളായി നമ്മൾ കണ്ടിട്ട്. കാരണം ഇപ്പോൾ ആകെ പഠിക്കലും ലാബും പ്രാക്ടിക്കലും മോഡലും ഒക്കെ ആയിട്ട് എല്ലാവരും തിരക്കിലാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എങ്ങനെ നല്ല അടിപൊളിയായിട്ട് പഠിക്കാം എന്നുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. പിന്നെ ഞാനും ഈ ടിപ്സൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് എനിക്കിപ്പോൾ എൻ്റെ പഠിത്തമൊക്കെ കുറച്ച് ഇമ്പ്രൂവ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കുറച്ച് യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യങ്ങൾ പറയുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത്, നമ്മൾ ഇരിക്കുന്ന സ്പേസ് വളരെ ക്ലീനാക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് പഠിക്കുന്ന ടൈമൊക്കെ ആയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ എക്സാംസൊക്കെ അടുത്താവാറാകുമ്പോൾ ഇങ്ങനെ ടേബിളൊക്കെ വളരെ അലങ്കോലമായിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പം നമുക്ക് തന്നെ നമ്മുടെ മൈൻഡിന് ഒരു മടുപ്പ് തോന്നും. ഇതിപ്പോൾ എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ, നിങ്ങളുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഈ ടേബിളൊക്കെ വളരെ അലങ്കോലമായിട്ട് കിടക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് പഠിക്കാനുള്ള ആ ഒരു എന്താ പറയുക, ഒരു മൂഡ് പോകും കേട്ടോ. പഠിക്കാനായിട്ട് ഞാൻ ഭയങ്കര മോട്ടിവേഷനൊക്കെ കയറി ടേബിളിൽ വന്നിരിക്കും. പക്ഷേ ഈ ടേബിൾ ഭയങ്കര അലങ്കോലമായിട്ട്, അല്ലെങ്കിൽ ടേബിളിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ എനിക്ക് ആ പഠിക്കണം എന്നുള്ള ആ ഒരു മോട്ടിവേഷൻ തന്നെ ഇറങ്ങിപ്പോകും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു സ്പേസ്, നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ ഒരു പീസ്ഫുള്ളായിട്ടുള്ള റൂമിലിരുന്ന് പഠിക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. അതായത് പ്രത്യേകിച്ച് സൗണ്ടുകളൊന്നും കേൾക്കാത്തൊരു റൂമിൽ, അതായത് നമ്മളിപ്പോൾ TV ഒക്കെ വെച്ചിരിക്കുന്ന റൂമിൻ്റെ അടുത്തിരുന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ TVയുടെ സൗണ്ടിലേക്ക് പെട്ടെന്ന് നമ്മുടെ മൈൻഡ് പോകും. അപ്പോൾ ആ TVയിൽ എന്താണ് കേൾക്കുന്നത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പാട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഏത് പാട്ടാണ്, അത് ഏത് സിനിമയിലെയാണ്, അങ്ങനെ ചിന്തിച്ച് പോകുന്നൊരു ക്യാരക്ടർ എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പഠിക്കുമ്പോൾ അങ്ങനെ സൗണ്ടൊന്നും കേൾക്കാത്ത ഒരു റൂമിലിരുന്ന് പഠിക്കാറാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നല്ല വെട്ടമൊക്കെ വരുന്ന, നല്ല സൺലൈറ്റൊക്കെ വരുന്ന റൂമിലിരുന്ന് പഠിക്കുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു എനർജി കിട്ടും. അങ്ങനെ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു പവർ മൈൻഡിന് കിട്ടുമെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഈ ഫോണ്, അതുപോലെ തന്നെ TV, പാട്ട്, അല്ലെങ്കിൽ നമ്മുടെ അനിയന്മാരൊക്കെ ഇരുന്ന് സൗണ്ട് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ എന്തെങ്കിലും സംസാരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്നും കുറച്ച് മാറി നിന്ന് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ പീസ്ഫുള്ളായിട്ടിരുന്ന് പഠിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മളെ ആരും ശല്യപ്പെടുത്താതിരുന്ന് പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിന് ഒരു പ്രത്യേക എനർജി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ റൂമൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ അടുത്ത ടിപ്പ് നമ്പർ 2 എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫോൺ പഠിക്കാനിരിക്കുമ്പോൾ ഫോൺ മാക്സിമം ഏറ്റവും ദൂരത്തോണ്ട് വെക്കുക. ഈ ഫോൺ ഏറ്റവും അടുത്തിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും റീൽസ് കാണുക, ഷോർട്സ് കാണുക, അങ്ങനെയൊക്കെയുള്ള ഒരു ത്വര വരുന്നത്. പിന്നെ നിങ്ങൾ എപ്പോഴും ഫോൺ മാറ്റി വെക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ ഓഫാക്കി വെക്കാൻ മറക്കരുത്. കാരണം ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് നമുക്ക് കൂടുതലും അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കൊരു ത്വര വരും, എന്താണ് ആ നോട്ടിഫിക്കേഷൻ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും തന്നെ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ഓഫാക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ എന്തെങ്കിലും ഇൻട്രാക്ട് ചെയ്യുന്ന ആപ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളെ പരമാവധി ഒഴിവാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ടിപ്പ് നമ്പർ 2. ഈ ടിപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതായത് നമ്മൾ ഈ ബോട്ടണി, സുവോളജി, മാത്സ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ്. ചിലർക്കെങ്കിലും ഈ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതായത് ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക്, ഈ ബോട്ടണി, സുവോളജി ഒക്കെ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പാടാണ്. കാരണം ഒരുപാട് ഇങ്ങനെ പഠിക്കാനുള്ളത് പോലെ തോന്നും. അപ്പോൾ ഇതുപോലെ ഗൂഗിളിൽ പോയിട്ട് ഓരോരോ ചാപ്റ്റേഴ്സിൻ്റെ വളരെ ഷോർട്ടായിട്ടുള്ള നോട്ട്സ് നമുക്ക് കിട്ടും. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഡയഗ്രത്തിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കേണ്ട കുറച്ച് നോട്ട്സൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള നോട്ട്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് നോക്കി പഠിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ. ഒരുപാട് തിയറി പഠിക്കാനായിട്ട് ഇഷ്ടമില്ലാത്തവരെ ഇതുപോലെ ചെറിയ നോട്ട്സ് ഉണ്ടാക്കി പഠിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് കയറുവേ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ ഇതുപോലെ ഭയങ്കര സൗണ്ട് എടുത്ത് നിങ്ങളെ തന്നെ പഠിപ്പിക്കുന്ന പോലെ പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിലേക്ക് പെട്ടെന്ന് ആ കാര്യങ്ങൾ കയറും. പ്രത്യേകിച്ച് നമ്മളൊരു ടീച്ചറിനെ പോലെ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് മറക്കാതെ ബ്രെയിനിലേക്ക് കയറും കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നമ്മളെപ്പോഴും റീഫ്രഷ് ആയിട്ടിരിക്കുക കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇനി അടുത്ത ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ പഠിക്കുമ്പോൾ ചെറിയ ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കി പോവുക. ഈ ചെറിയ നോട്ട്സ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ, പ്രത്യേകിച്ച് മാത്സ്, ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി ഇതുപോലുള്ള വിഷയങ്ങൾക്ക് ഒരുപാട് ഇക്വേഷൻസ് നമുക്ക് ഓർത്തിരിക്കാം. അപ്പോൾ ഫിസിക്സിനൊക്കെ ആണെങ്കിൽ തന്നെ ഒരുപാട് മിററിൻ്റെ ഇക്വേഷൻസ്, അല്ലെങ്കിൽ മിററിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ചെറിയ നോട്ട്സ് ഉണ്ടാക്കി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അത് എടുത്ത് നോക്കുമ്പോൾ
ഒന്നും കൂടെ നിങ്ങൾക്കത് ഓർത്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളിത് പഠിക്കുന്നു, അല്ലെങ്കിൽ ആർക്കോ വേണ്ടി പഠിക്കുന്നു, അല്ലെങ്കിൽ ഇതൊന്നും ഇങ്ങനെ എഴുതി വെക്കാതെ പഠിക്കുന്നു, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ അത് ഇരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ഇതുപോലെ തന്നെ നിങ്ങൾ ഈ നോട്ട്സ് ഉണ്ടാക്കി വെക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതുപോലെ എഴുതി പഠിക്കുക. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇതുപോലൊരു വൈറ്റ് ബോർഡ് ഉണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര തിയറി പഠിക്കേണ്ട കാര്യങ്ങളാണ്, അതായത് ഇങ്ങനെ ഓർത്ത് വെക്കേണ്ട ബോട്ടണി, സുവോളജി അതുപോലെയൊക്കെ വളരെ തിയറി ഒരുപാട് ഓർത്തിരിക്കേണ്ട വിഷയങ്ങളൊക്കെ ഞാൻ അതുപോലെ എഴുതി പഠിച്ചിട്ട് ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ ഞാൻ പഠിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ മൈൻഡിൽ അത് ഒരിക്കലും മറക്കാതിരിക്കും കേട്ടോ. നിങ്ങളിതുപോലെ ഭയങ്കര നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പാടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. അതായത് നമ്മൾ കാണാപ്പാഠം പഠിക്കാനായിട്ട് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ ഇതുപോലെ എഴുതി നിങ്ങൾ ഓർത്ത് പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും മടിയൊക്കെ മാറ്റി വെച്ച് നന്നായിട്ട് പഠിക്കാൻ തുടങ്ങുക. എനിക്കറിയാം ഈ വീഡിയോ വളരെ ഷോർട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ വേണമെങ്കിൽ കമൻറ്റിൽ പറയണേ. അപ്പോൾ ബായ്.